ജനീഷ്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നു, SITക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ SITയിൽ വിശ്വാസമുണ്ടാവുകയും അതിനുശേഷം സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം പോകണമെന്ന് ശിവൻകുട്ടി പറയുമ്പോൾ, അടൂർ പ്രകാശിലേക്ക് അന്വേഷണം പോകണമെന്ന് LDF ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് SITയിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ചേതോ വികാരം എന്താണ് ജനീഷ്? ആദ്യമേ തന്നെ ഡോക്ടർ അരുൺ, ഞാൻ നിങ്ങളുടെ ഈ കാർഡിലുള്ള ഒരു വിയോജിപ്പ് ഒന്നുകൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളോട് പറഞ്ഞ വിഷയം പാളിയോ SITയുടെ അന്വേഷണം എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ടൈറ്റിൽ കാർഡ് എന്ന് കാണുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന പ്രതികളും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുന്ന SIT വിളിച്ചു വരുത്തി മൊഴിയെടുത്തു എന്ന് പറയപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ നിങ്ങൾ അടൂർ പ്രകാശിൻ്റെ കൂടി ചിത്രം കൂടി വെക്കുകയാണ്. ആ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ കൂട്ടത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MP അദ്ദേഹത്തിന് കേസിൽ പ്രതിയല്ല, അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടില്ല. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ CPM പറഞ്ഞ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഒന്നും തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രം ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി സാധിക്കുന്നത്? ചാനൽ ഇതിനകത്തൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ കടന്നു വരിക. ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ കൂട്ടത്തിലേക്ക് എന്തിനാണ് അടൂർ പ്രകാശിന്റെ ചിത്രം കൊണ്ട് വെക്കുന്നത്? അടൂർ പ്രകാശ് പുളിമാത്തുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ പോയത് എന്തിനാണ്? അല്ല, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ വന്നത് കൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരു പിണറായി വിജയന്റെ കൂടി ചിത്രം വെക്കേണ്ടത്. ഇത് അങ്ങനെയല്ല, ഇതൊരു ബാലൻസിംഗ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഞാൻ ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ തുടരാം. അല്ലല്ല, ആ വിയോജിപ്പ് താങ്കൾ പറഞ്ഞോളൂ, എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പറയുമ്പോൾ ഭരണപക്ഷത്ത് നിന്നും UDF കൺവീനറുടെ പേര് പറയുന്നു. അതിന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വരുന്നു. നമ്മൾ മാത്രം പുറത്തുവിട്ട 7 ചിത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ അടൂർ പ്രകാശും തമ്മിൽ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതെല്ലാം അടൂർ പ്രകാശിന് തിരുത്തി പറയേണ്ടി വരുന്നു. അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് പോകുന്നു. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള പല വീട്ടിൽ പോകുന്നു. ബാംഗ്ലൂരുവിന് പുറത്ത് ഈ രമേശ് റാവുവിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് കവർ വാങ്ങുന്നു. ഇതെല്ലാം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷം ആരോപിക്കും. ആരോപണ വിധേയനാണിപ്പോ. ഒറ്റ നിമിഷം ഇത് ഭരണപക്ഷം ആരോപിക്കുന്നു. ഭരണപക്ഷം ഇത് ആരോപിച്ചത് കൊണ്ടായോ? ഇതിലെ ക്രൈം പാർട്ട് എവിടെയാണ്? അടൂർ പ്രകാശ് ആ വീട് സന്ദർശിച്ചതാണോ, അല്ലെങ്കിൽ ചിത്രം വന്നതാണോ, ഗിഫ്റ്റ് വാങ്ങിയതാണോ? ഏതാണ് ഈ വിഷയത്തിലെ ക്രൈം പാർട്ട്? ക്രൈം പാർട്ട് എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്നുള്ളിടത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഗ്രാവിറ്റി നിൽക്കുന്നത് ആ സ്വർണവും ശബരിമലയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ആളുകളും ഉദ്യോഗസ്ഥരും ആ ദേവസ്വം ബോർഡിന്റെ ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ അനുവാദത്തോടെ അല്ലെങ്കിൽ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ അവിടെ സ്വർണ്ണക്കള്ള നടന്നു എന്നുള്ളതാണല്ലോ അവിടുത്തെ ഗ്രാവിറ്റി. ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഗ്രാവിറ്റി അവിടെയല്ലേ? സാധാരണ കളവ് കേസിൽ നിന്ന് വ്യത്യസ്തമാകുന്ന എവിടെയാ? ഭരണകൂടത്തിന്റെ സംവിധാനത്തിന്റെ സഹായം അവിടെ വന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനിപ്പുറത്തേക്ക് അടൂർ പ്രകാശിന്റെ കൂടെ ഒരു ചിത്രം വന്നാൽ അടൂർ പ്രകാശിന് അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കും. അദ്ദേഹം കേരളത്തിന്റെ ദേവസ്വം ബോർഡിന്റെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി ആയിരുന്നു. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്താനുള്ള ശേഷി ഉണ്ടായിരുന്നു. അങ്ങക്ക് എവിടെയാണ് ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ശേഷമാണോ 2019 മുമ്പാണോ ഈ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിരിക്കുന്നത്? 2019 ശേഷം കണ്ടാലും 2019 മുമ്പ് കണ്ടാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇത്തരത്തിലൊരു കളവ് നടത്തിയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് അറിയാൻ സാധിക്കുന്ന എന്തെങ്കിലും സംവിധാനം ആ കാലഘട്ടത്തിൽ അങ്ങേ കണ്ടാൽ പോലും അങ്ങേക്കുണ്ടാകൂ? ഒരു ജനപ്രതിനിധിക്ക് അതൊരു കുറ്റത്തിനുള്ള അസൈൻമെന്റ്, അതൊരു കുറ്റം ചെയ്യാനുള്ള കാര്യമാകൂ? കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നതിന്റെ കാരണങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഞാൻ എണ്ണി പറയാം. കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നല്ലോ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്ന ആളെന്ന് പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ആളാണല്ലോ വിജയകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. ആ വിജയകുമാറിനെ പൊളിറ്റിക്കലി അപ്പോയിന്റ് ചെയ്യുന്നതിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടായിരുന്നല്ലോ. ദൈവതുല്യനായ ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനത് ചെയ്തതെന്ന് CPMന്റെ തന്നെ മുൻ MLA ആയ പത്മകുമാർ പറയുമ്പോൾ ആ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് വരുന്നു. അതിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്?
പോറ്റി അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ പിന്നെ പ്രതിയാക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? വാസു ഉണ്ടായിരുന്നില്ലേ? പത്മകുമാർ ഉണ്ടായിരുന്നില്ലേ? വിജയകുമാർ ഉണ്ടായിരുന്നില്ലേ? ഇവരെല്ലാം CPM-ന്റെ പൊളിറ്റിക്കൽ നോമിനികളായിട്ടുള്ള ആളുകളായിരുന്നില്ലേ? ഇവരെയൊക്കെ നിയമിക്കുന്നതിലും ഇവരുമായി ബന്ധപ്പെട്ട ദൈനംദിന കാര്യങ്ങളിലും കടകംപള്ളി അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ടായിരുന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രൻ ഈ കേസിൽ പ്രതിയാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. കൃത്യമായ രീതിയിൽ അന്വേഷണം പോയാൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കേണ്ട ആളാണ്. എന്നാൽ അവിടെ കൊണ്ട് അതുപോലെ തന്നെ തുലനം ചെയ്യാൻ നിങ്ങൾക്ക് അടൂർ പ്രകാശിനെ വെച്ചുകൊണ്ട് സാധിക്കില്ല. അടൂർ പ്രകാശ് രാഷ്ട്രീയമായോ നിയമപരമായോ ശബരിമലയിലുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ആളുകളും ഉദ്യോഗസ്ഥന്മാരും ഈ കളവ് നടത്തുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കാനോ അവർക്ക് നിയമനം കൊടുക്കാനോ അവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കാനോ കഴിയുന്ന ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമായ അധികാരത്തിൽപ്പെടുന്ന ആളെ ആയിരുന്നില്ല. അദ്ദേഹത്തെ കണ്ടതുകൊണ്ട് അദ്ദേഹം ഈ കേസിൽ പ്രതിയാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ? അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചിത്രം വന്നതുകൊണ്ട് സാധിക്കൂ? അങ്ങനെയാണ് DGP-യുടെ കൂടെയുള്ള ചിത്രം വന്നില്ലേ? DGP പ്രതിയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കൂ? ഈ കേസിനൊക്കെ ശേഷമല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ചിത്രം വന്നില്ലേ? ഞങ്ങൾ പറയുന്നത് ആ മുഖ്യമന്ത്രിയും പ്രതിയാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എടുത്ത് ചർച്ചയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അടൂർ പ്രകാശിന്റെ കൂടെയുള്ള ചിത്രം വന്നതോ അത് ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്ര തവണ കടന്നു വന്നാലും ശരി, എത്ര തവണ കടന്നു വന്നാലും ശരി, എത്ര തവണ ഫോട്ടോ എടുത്താലും ശരി, അതൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഗ്രാവിറ്റിയിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ഒരു വിഷയമേ അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശ് നിലയിൽ വന്നാലും അതല്ലാത്ത നിലയിൽ വന്നാലും ശരി, അതൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി ഉള്ളതല്ല. നിങ്ങൾ ഈ കേസിൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ നേരത്തെ തൊട്ട് മുമ്പ് ഒരു മിനിറ്റ് നേരത്തെ തൊട്ട് മുമ്പ് CPM-ന്റെ പ്രതിനിധി പറഞ്ഞു പത്മകുമാറിനെ സംബന്ധിച്ച് നടപടിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കൂടി പറ്റി അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. പത്മകുമാർ ഈ കേസിൽ ജയിലിൽ കിടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ടിട്ടല്ലേ അറസ്റ്റ് ജയിലിൽ കിടക്കുന്നത്? പത്മകുമാറിനും CPM നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം നമ്മളിനി വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, അങ്ങനെയുള്ള പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്ന കണക്ഷൻ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ച് എത്ര ലാഘവബുദ്ധിയോട് കൂടിയാണ് നേരത്തെ CPM പ്രതിനിധി പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വേണമെന്ന് പറയുമ്പോൾ അങ്ങ് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. പത്മകുമാറിന്റെ കേസിൽ ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഇല്ലേ? പത്മകുമാർ എങ്ങനെ ചെമ്പുപാളിയാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് പത്മകുമാർ ഉത്തരവിറക്കി കൊടുക്കുന്നത്? അപ്പൊ പത്മകുമാറിന് ബന്ധമില്ലേ? ശബരിമലയിലെ നിയമങ്ങൾ അനുസരിച്ച്, നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ശബരിമലയിൽ നിന്നൊരു വസ്തു അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് ശബരിമലയിലെ സന്നിധാനത്ത് വെച്ച് വേണം ചെയ്യാനായിട്ട്. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം. അതിന് പ്രത്യേകമായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ അസൈൻ ചെയ്യണം. അത് മാത്രം പോരല്ലോ, അതിന്റെ മഹസർ എഴുതി സൂക്ഷിക്കണം. അങ്ങനെ എത്ര നിയമക്രമങ്ങളുണ്ട്. ഇത് വല്ലതും പാലിച്ചിട്ടാണോ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയത്, ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയത്? അപ്പൊ അതിനൊക്കെ കൂട്ടുനിന്ന പത്മകുമാർ അവിടെയുണ്ട്. പത്മകുമാറിനെ പറ്റി ഞങ്ങൾക്ക് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ലാഘവബുദ്ധിയോടുകൂടി കേട്ടിരിക്കാൻ സാധിക്കുകയും ശബരിമലയിൽ ഇവിടെ പോറ്റിയെടുത്ത് ഫോട്ടോ വെച്ചുകൊണ്ട് അടൂർ പ്രകാശിനെ കൂടി ചിത്രത്തിൽ പ്രതികളുടെ കൂട്ടത്തിൽ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയുള്ള വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത്. ആ ചിത്രത്തിൽ കടകംപള്ളി ഉണ്ട്. കടകംപള്ളി ഇപ്പോഴും പ്രതിയായിട്ടില്ല, മൊഴിയെടുത്തിട്ടേ ഉള്ളൂ, അഥവാ നിങ്ങളുടെ ഭാഷയിൽ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ. ജിനീഷ്, എനിക്ക് ഒറ്റ കാര്യമേ സ്വന്തം മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തൻ മാത്രമായ കടകംപള്ളി പ്രതിയാകാൻ ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? ഒരു നിമിഷം. കടകംപള്ളി പ്രതിയാകാൻ ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? ദേവപ്രശ്നം ചെയ്ത് ശീലമില്ല ജനീഷ്, എനിക്ക് ചോദ്യം ചെയ്തില്ലേ? ദേവപ്രശ്നം ചെയ്ത് ശീലമില്ല. വരട്ടെ, നമുക്ക് അപ്പോൾ സംസാരിക്കാം. ജനീഷ് അടൂർ പ്രകാശ് എന്ന MP കടകംപള്ളിയെ ചോദ്യം ചെയ്തോ? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചോ? നിങ്ങളുടെ മാധ്യമങ്ങളിൽ എന്തുകൊണ്ടാണ് SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഈ ചർച്ചയിൽ നിങ്ങൾ ഇതിനെ പറ്റിയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയോ ചർച്ചയുടെ ഭാഗമായി പറയുകയോ ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ചിത്രം പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്കിടയിലുണ്ടാക്കുന്ന പ്രതീതി എന്ന് പറയുന്നത് ശബരിമലയിലെ പ്രതികളായിട്ട് ജയിലിൽ കിടക്കുന്ന പോറ്റി ഒരു വശത്ത്, മറുവശത്ത് തന്ത്രി ഒരു വശത്ത്, കൂടെ പ്രതിയാകാൻ വേണ്ടി നിൽക്കുന്ന ഈ പറയുന്ന കടകംപള്ളി കൂടെ, അതിന്റെ കൂടെ അടൂർ പ്രകാശ് MP-യുടെ ഫോട്ടോ വെച്ചുള്ള വിയോജിപ്പ് ശക്തമായി തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾ അറിയണം. ഇപ്പോഴും ജനീഷിന് ബോധ്യമാകാത്തൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി MP-യുടെ അടുത്തേക്ക് പോയതല്ല, MP ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് വന്നതാണ്. MP ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് വന്നതാണ്. MP ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ പോയതാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി കേക്കൂ ജനീഷ്, എവിടെ പോയാലും അതിനെ താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര ലാഘവബുദ്ധിയോടുകൂടി കാണാൻ കഴിയുന്നത്? വീടുകൾ സന്ദർശിക്കുന്നു, എത്രയോ വ്യക്തികളെ കാണുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സോളാർ വിവാദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ചാനൽ ചർച്ചയുടെ രീതിയിലേക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബാലൻസിംഗ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അതൊരു ശരിയായ മാധ്യമധർമ്മമല്ല എന്ന്
ഇപ്പോൾ അടൂർ പ്രകാശ് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ SIT അനാവശ്യമായി വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കില്ലല്ലോ, SIT അവരെ പ്രതിയാക്കില്ലല്ലോ. ഇതെല്ലാം പൊതുമുഖത്ത് ഇത് ശരിയല്ല എന്ന് പറയുകയാണ്. ഇത് ശരിയല്ല. അല്ല, എന്റെ ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ ജനീഷിന് അറിയാമായിരുന്നോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അടൂർ പ്രകാശ് പോയത്? ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നതുവരെ എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് അതിൽ നിശബ്ദത പാലിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അടൂർ പ്രകാശ് പോയതാണോ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഈ നാട്ടിലെ ക്രൈം എന്താണ് ഡോക്ടർ അരുൺകുമാർ? സമ്മാനം വാങ്ങി, ആ ശബരിമല പലതവണ കണ്ടു, സ്വകാര്യ ചടങ്ങുകളിലടക്കം പങ്കെടുത്തു. അയാൾ ഒന്നാമത്തെ പ്രതിയായി മാറി. അയാളെ കൊണ്ട് ജൻപത്തിലേക്ക് പോയി എന്ന ആരോപണമുണ്ട്. പറയട്ടെ നോക്കൂ, അയാൾ അവിടെ സന്ദർശനം നടത്തിയാലും അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അവിടെ ഒരു സന്ദർശനം നടത്തിയാലും ഈ സന്ദർശനം നടത്താൻ വരുന്ന ആളുകൾ ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യപുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് പലരുടെയും മുമ്പിൽ അവതരിച്ചിട്ടുള്ള ആളുകളാണ്. ആ തരത്തിൽ അയാൾ അവിടെയും വന്നിട്ടുണ്ടാകാം. അങ്ങനെ തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം CPM ഒരു നരേറ്റീവ് പറഞ്ഞത്, ഇയാൾ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കുന്ന വിദ്വാനാണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചില്ല എന്ന്. അവർക്ക് അങ്ങനെ പറഞ്ഞൊഴിയാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം അവർ ഈ സംസ്ഥാനത്തിനകത്ത് റൂളിംഗ് പാർട്ടിയാണ്. റൂളിംഗ് പാർട്ടിയായിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ശബരിമലയിൽ പൊളിറ്റിക്കലി അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡിന്റെ ബോർഡ് അംഗങ്ങൾ, ആ ബോർഡ് അംഗങ്ങൾ എൻഡോഴ്സ് ചെയ്യപ്പെട്ട് ഉത്തരവ് കൊടുത്ത് അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി നടന്ന ഒരു കൊള്ള. ആ കൊള്ളയാണല്ലോ ഇവിടുത്തെ ക്രൈം. ഇവിടുത്തെ ക്രൈം പാർട്ട് എന്താ? ശബരിമലയിൽ നിന്ന് സ്വർണം പോയി. ഇവിടുത്തെ ഗ്രാവിറ്റി എന്താ? അതിന് ഭരണകൂട സംവിധാനത്തിന്റെ സഹായം ഉണ്ടായി. അതിനെയല്ലേ നമ്മൾ ഈ സമയത്തെല്ലാം തന്നെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണ്ടി വന്നത്. അവിടെ ഇപ്പോഴും SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് കൂടി പറയുമ്പോൾ നോക്കൂ, ഇന്ന് മുരാരി ബാബുവിന് ഇന്നലെ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയില്ലേ? ഇവിടെ പോറ്റിക്ക് ഒരു കേസിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയില്ലേ? മറ്റൊരു കേസിൽ 3 ആഴ്ചക്കാലത്തിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുകൊണ്ട് മാത്രമല്ലേ അവിടെ കിടക്കുന്നത്. ഭാഗികമായി പോലും കുറ്റപത്രം സമർപ്പിക്കപ്പെടാൻ സാധ്യത ഉണ്ടായില്ല. ഡിസംബർ 5-ന് ശേഷം കുറ്റകരമായ അനാസ്ഥ ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഹൈക്കോടതിക്ക് SIT വിമർശിക്കേണ്ടി വന്നില്ലേ? SIT ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ ഈ കേസിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നു, അതല്ലെങ്കിൽ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. സർക്കാരിന്റെ സമ്മർദ്ദമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റൽ റിമാൻഡിലായിട്ടുള്ള ശങ്കരദാസിന്റെ മകൻ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അയാൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടാത്തതെന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നില്ലേ? മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നില്ലേ? ഏറ്റവും അവസാനമല്ലേ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ CPM പ്രതിനിധി പറയുന്നത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നിങ്ങൾക്ക് ആശങ്ക മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന SITയുടെ മേൽ ചെലുത്തുന്ന ഈ സമ്മർദ്ദം നീതിയുക്തമായ രീതിയിൽ ഈ അന്വേഷണം നടക്കണമായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ശരി. Debate with Dr. Arun Kumar.